ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി 1961 നെച്ചിക്കാട്ടിൽ അബ്ദുറഹ്മാൻ കുട്ടിയുടെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ഒതുക്കുന്നിൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റത്തൂരിൽ ജനനം. മറ്റത്തൂർ TSAM UP സ്കൂളിൽ നിന്നും 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച മുഹമ്മദ് കുട്ടി കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം അലൂമിനിയ ചുവടുമായി ഉപജീവനമാർഗം തേടുകയായിരുന്നു. സ്വദേശത്തും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വീടുകൾ തോറും കടന്നുചെന്ന് ഈ കച്ചവടം പതിവാക്കി. 5 വർഷത്തോളം ഇതേ ജോലി തുടർന്നെങ്കിലും കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ ദമ്മാം ലക്ഷ്യം വെച്ച് മുഹമ്മദ് കുട്ടി ജീവിതയാത്ര ആരംഭിക്കുകയായിരുന്നു. പ്രവാസികൾക്ക് നാട്ടിലേക്ക് കത്തയക്കാൻ സ്റ്റാമ്പ് ശേഖരിച്ച് റൂമുകൾ തോറും വിതരണം ചെയ്യുന്ന ജോലിയിൽ വ്യാപൃതനായ മുഹമ്മദ് കുട്ടി ഇതോടൊപ്പം മറ്റു വിവിധ ജോലികൾ ഏറ്റെടുക്കാനും തുടങ്ങി. തൊഴിൽ തേടിയലഞ്ഞ മുഹമ്മദ് കുട്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ജോലിക്കായി ഉപയോഗപ്പെടുത്തി. പകൽ സമയം 7 മണി മുതൽ 2 മണി വരെ ദമാം പോർട്ടിലും 2 മുതൽ 10 മണി വരെ കസ്റ്റംസ് യാർഡിലും രാത്രി 12 മുതൽ പകൽ 7 വരെ ട്രെയിൻ ക്ലീനിംഗ് ജോലിയിലും അദ്ദേഹം ഏർപ്പെട്ടു. ഊണും ഉറക്കവും ഒഴിച്ച് ജോലി ചെയ്ത് കഠിനാധ്വാനിയായ അദ്ദേഹം കുടുംബത്തിന്റെ ഏക ആശ്രയമായി മാറി. 1983 ദമാമിൽ സ്വന്തമായി ബുമറ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയും ഈ മേഖലയിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ 29 സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമയും 600ഓളം പേർക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാവുമായി മുഹമ്മദ് കുട്ടി മാറി. അതേസമയം തന്നെ നാട്ടിൽ സ്വർണ്ണ വ്യാപാര രംഗത്തും ഇറങ്ങിത്തിരിച്ച മുഹമ്മദ് കുട്ടി 1998 മലപ്പുറം ടൗൺ കേന്ദ്രീകരിച്ച് നെച്ചിക്കാട്ടിൽ ജ്വല്ലറിക്ക് തുടക്കം കുറിച്ചു. സ്വർണ്ണ വ്യാപാര രംഗത്ത് ശ്രദ്ധേയനായ മുഹമ്മദ് കുട്ടി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ യുവതികൾക്കായി മലപ്പുറത്ത് വെച്ച് സമൂഹ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. 5 വർഷത്തിനിടയിൽ 110 യുവതികൾക്കാണ് ഈ പദ്ധതിയിലൂടെ മംഗല്യഭാഗ്യം ലഭിച്ചത്. ശേഷം സാമൂഹ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുഹമ്മദ് കുട്ടി ശ്രദ്ധേയനായി. രോഗികൾക്ക് ആശുപത്രി സേവനം ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ആദ്യമായി സൗജന്യ ആംബുലൻസ് സേവനം ആരംഭിച്ചതും നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി തന്നെയായിരുന്നു. മാത്രമല്ല 1986 മുതൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച മുഹമ്മദ് കുട്ടി ഇതിനകം 1000-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകുകയും 60-ൽ പരം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയുമാണ്. ഈ പരിശുദ്ധ റംളാൻ മാസത്തിൽ 20 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം കൂടിയാണ് മുഹമ്മദ് കുട്ടിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. മുഹമ്മദ് കുട്ടി ചെയർമാനായ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന വ്യാപാര ശൃംഖലയാണ് വ്യാപാര രംഗത്ത് മുഹമ്മദ് കുട്ടിയെ അതികായനാക്കി മാറ്റിയത്. 2013 കോഴിക്കോട് കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഈത്തപ്പഴ വ്യാപാരം എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇന്ന് 500 കോടിയുടെ ടേൺ ഓവറിൽ എത്തുകയും 2400 തൊഴിലാളികളുള്ള വലിയ ബിസിനസ് സംരംഭമായി മാറുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി 206 ഔട്ട്ലെറ്റുകൾ തുറന്നു പ്രവർത്തിക്കുകയും 23-ലധികം ഔട്ട്ലെറ്റുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയുമാണ്. കോഴിക്കോട് ചെറൂട്ടി റോഡിൽ ആരംഭിച്ച പ്രഥമ സ്ഥാപനം തുടക്കത്തിൽ തന്നെ കോടികളുടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴും പിറകോട്ട് പോകാതെ പിടിച്ചു നിന്നത് മുഹമ്മദ് കുട്ടിയുടെ ആത്മധൈര്യവും വ്യാപാര രംഗത്തെ മികവുമാണ് സൂചിപ്പിക്കുന്നത്. സൗദിയിൽ ആരംഭിച്ച സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വ്യാപാരത്തിന്റെ ബാലപാഠം പഠിച്ച മുഹമ്മദ് കുട്ടിക്ക് നഷ്ടത്തെ നേരിടാനുള്ള കരുത്തും അനുഭവ സമ്പത്തുമുണ്ടായിരുന്നു. ഈ അനുഭവ സമ്പത്താണ് അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന ബിസിനസ് സംരംഭത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയത്. അടുത്ത വർഷം 1000 കോടിയുടെ വരുമാനം ലക്ഷ്യം വെച്ചാണ് മുഹമ്മദ് കുട്ടി അജ്ഫാൻ മുന്നോട്ടു പോകുന്നത്. തൻ്റെ 5 മക്കളുടെ പേരിലെ ആദ്യാക്ഷരം ചേർത്ത് നാമകരണം ചെയ്ത അജ്ഫാൻ ബിസിനസ് സംരംഭം ഇന്ന് സ്വദേശത്തും വിദേശത്തും അറിയപ്പെടുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനമായി മാറിയിട്ടുണ്ട്. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന യഥാർത്ഥ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാതെ, ഒരാളുടെ പിന്തുണയും സഹായവുമില്ലാതെ ദാരിദ്ര്യം മാത്രം കൈമുതലുള്ള ഒരു ചെറുപ്പക്കാരന് തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ ബിസിനസ് രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കരസ്ഥമാക്കി എന്നു മാത്രമല്ല, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആ നേട്ടം കൈവരിച്ചിരിക്കുന്നു. നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി.
സാമ്പത്തിക പുരോഗതിയുടെ അത്യുന്നതയിൽ നിലകൊള്ളുമ്പോഴും താൻ അനുഭവിച്ച പൊള്ളുന്ന യാതനകളെ മറന്നുകളയാതെയും കടന്നുവന്ന വഴികൾ വിസ്മരിക്കാതെയും കുട്ടിക്കാലത്തെ യാതനകളും വേദനകളും പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞും എല്ലാവർക്കും വേറിട്ടൊരു മാതൃകയായി സഹജീവികളോട് കരുണയും ദയയും ദീനാനുകമ്പയും കാണിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായി നമുക്കൊപ്പമുണ്ട് നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി. തന്റെ വരുമാനത്തിന്റെ നല്ലൊരു വിഹിതം ജീവകാരുണ്യ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വർഷം തോറും മാറ്റിവെക്കുന്നുണ്ട്. ഡയാലിസിസ്, ക്യാൻസർ രോഗികൾ, പക്ഷാഘാതം ബാധിച്ചവർ, ഭിന്നശേഷിക്കാർ, മാനസിക രോഗികൾ, കിടപ്പിലായവർ എന്നിവർക്ക് മാസം തോറും നിശ്ചിത തുക നൽകി വരുന്നുണ്ട്. ആശുപത്രി ചെലവ് താങ്ങാൻ കഴിയാത്ത പാവപ്പെട്ട രോഗികളുടെ ആശുപത്രി ബില്ലുകൾ തീർത്തുകൊടുക്കാനും മുഹമ്മദ് കുട്ടിയുടെ സഹായമെത്താറുണ്ട്. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന വിധവകൾ, അനാഥർ, ദയനീയമായ ജീവിത ചുറ്റുപാടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾ എന്നിവരിലേക്കും ഈ കാരുണ്യഹസ്തം നീളാറുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളുടെ പഠന ചെലവുകൾ ഏറ്റെടുക്കുന്ന മുഹമ്മദ് കുട്ടി മെഡിക്കൽ, പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ചെലവുകളും ഏറ്റെടുത്തു വരുന്നുണ്ട്. ജീവകാരുണ്യ മേഖലയിൽ മുഹമ്മദ് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കണക്കിലെടുത്ത് ഡോക്ടറേറ്റ് ഉൾപ്പെടെ വിവിധ പദവികളും അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസം ലക്ഷ്യം വെച്ച് ഹോസ്റ്റൽ സൗകര്യത്തോടെയുള്ള സൗജന്യ പഠനം ഒരുക്കുന്നതിനായി 2 കോടിയുടെ കെട്ടിട സമുച്ചയം ചുങ്കത്തറയിൽ ഒരുക്കി വരികയാണ് മുഹമ്മദ് കുട്ടി. ചികിത്സാ ചിലവ് താങ്ങാനാകാത്ത മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് കീമോ അടക്കമുള്ള ചികിത്സകൾ സൗജന്യമാക്കുന്നതിന് സമാന മനസ്കരെ ഉൾപ്പെടുത്തി 27 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയാണ് ഇനി മുഹമ്മദ് കുട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. തന്റെ കണ്ണടയ്ക്കുന്നതിന് മുൻപ് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തു തീർക്കുകയാണ് ഈ 64-കാരൻ. ഈ സേവന സന്നദ്ധതയാണ് ഊരകം KK പൂക്കോയ തങ്ങളുടെ പേരിലുള്ള സേവന പുരസ്കാരത്തിനും അദ്ദേഹത്തെ അർഹനാക്കിയിട്ടുള്ളത്. ജീവകാരുണ്യ മേഖലയിൽ വിവിധ രീതിയിലുള്ള സേവനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള 11ാമത് പുരസ്കാരമാണ് ഈ വേദിയിൽ സമർപ്പിക്കുന്നത്. 2009 മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങൾ കൊണ്ട് തുടക്കം കുറിച്ച ഈ പുരസ്കാരം താനൂർ ഓലപ്പിടിക സ്വദേശി പച്ചേരി അപ്പു, തെന്നല ഹസനിയ യതീംഖാന സ്ഥാപകൻ തലപ്പാവിൽ മരക്കാർ ഹാജി, പക്കിയൻ യൂസുഫ് മാസ്റ്റർ, CH മഹമ്മൂദ് ഹാജി, KP മുഹമ്മദ് ഹാജി, ബിസ്മി ബഷീർ കൊണ്ടോട്ടി, ഡോക്ടർ പുത്തൂർ റഹ്മാൻ, കുറ്റീരി അബ്ദുൽ അസീസ്, ഷബ്ന പൊന്നാട്, മുജീബ് പൂക്കോട്ടൂർ എന്നിവരാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സെയ്തലവി എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. പാണക്കാട് സയ്യിദന്മാരുടെ മഹനീയ കരങ്ങൾ കൊണ്ടാണ് വർഷം തോറും ഈ പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിശിഷ്ട സാന്നിധ്യം നാളിതുവരെ ഈ ചടങ്ങിനെ പ്രൗഢമാക്കിയിട്ടുണ്ട്. 11ാമത് KK പൂക്കോയ തങ്ങൾ സേവന പുരസ്കാരം ഈ പ്രൗഢമായ സദസ്സിൽ വെച്ച് ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടിക്ക് സമർപ്പിക്കുകയാണ്.